കൊയിലാണ്ടിയിൽ നിന്ന് ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, 3 പേരുടെ മൃതദേഹങ്ങളാണ് അവിടെയുള്ളത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കുമെന്ന് അറിയുന്നു. ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? എപ്പോഴായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ? ശ്രീജ, ഞാനുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുൻപിലാണ്. 3 പേരുടെ മൃതദേഹങ്ങൾ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അമ്മുക്കുട്ടി, ലീല, രാജൻ എന്നിവരുടെ മൃതദേഹങ്ങൾ ആണ് ഇവിടെ ഉള്ളത്. രാവിലെ 8 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഏറെ വൈകാതെ തന്നെ ഈ നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിശദാംശങ്ങൾ, അതിൽ ആന കുത്തിയിട്ടല്ല അല്ലെങ്കിൽ ആനയുടെ ആക്രമണത്തിലല്ല മരണം എന്ന് പറയുമ്പോഴും അതിലൊരു സ്ഥിരീകരണം ലഭ്യമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ആ ഒരു സമയത്ത് കെട്ടിടം ഇടിഞ്ഞു വീണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ പെടുകയോ അല്ലെങ്കിൽ ആളുകളുടെ ചവിട്ട് കൊള്ളുകയോ എന്താണ് ഇവരുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ കുറെ കൂടി ഒരു സ്ഥിരീകരണം ലഭ്യമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊരു 10 മണിയോടെ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 12 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ 2 പേരുടെ നില, അതിൽ അവർക്ക് സാരമായ പരിക്കുകളുണ്ട്. എല്ലൊടിഞ്ഞതും അങ്ങനെയുള്ള സാരമായ പരിക്കുകളുണ്ട് എന്നാണ് അറിയുന്നത്. മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല. അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമല്ല എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. 2 പേർ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇവിടേക്ക് ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. എന്നാണെങ്കിലും വലിയ ഒരു ദുരന്തം, കൊയിലാണ്ടിയെ നടുക്കിയ വലിയൊരു ദുരന്തത്തിൻ്റെ വിശദാംശങ്ങൾ, എങ്ങനെയാണ് ആ മരണം സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് അതിൻ്റെ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. 8 മണിയോടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രീജ. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെയാണ് നാടിനെ മുഴുവൻ നടുക്കിയ ദുരന്തമുണ്ടായത്. ഇനി നമ്മൾ പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ ആലോചിക്കേണ്ടത് ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാം എന്നതാണ്. നമ്മൾ നാട്ടാന എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും അതൊരു വന്യജീവി തന്നെയാണ്. അതിനെ മെരുക്കിയെടുത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടു നടക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോഴും പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെ ആനകൾ പെരുമാറുമെന്നത് മുൻകൂട്ടി അറിയാനുള്ള യാതൊരു സംവിധാനവും മനുഷ്യരെന്ന നിലയ്ക്ക് ഈ ജീവികളെ കൊണ്ട് നടക്കുന്ന നമുക്കില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. ഈ സീസണിൽ അനുമോദിന് ഒരുപക്ഷെ ആ ഭാഗത്തുള്ളൊരു ആളെന്ന നിലയ്ക്ക്, ഇത് ഫോളോ ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് അനുമോദിനും കൂടി അറിയാൻ പറ്റുമായിരിക്കും. അനുമോദി, ഈ കഴിഞ്ഞ ഉത്സവ സീസൺ ഇപ്പോൾ തുടങ്ങിയത് മുതൽ മിക്കവാറും ഇടങ്ങളിൽ ആന ഇടയുന്നു എന്നത് തന്നെയല്ലേ അവസ്ഥ? ഇതിന് ചൂടാണോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ ബഹളമാണോ, എന്താണ് കാരണമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും ആ ഒരു പ്രവണത ഇത്തവണ കൂടുതൽ കാണുന്നില്ലേ? ശ്രീജ, വളരെ കൃത്യമായൊരു നിരീക്ഷണമാണത്. ഇപ്പോൾ കുംഭമാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ അതിനു മുൻപ് തന്നെ ഡിസംബർ അവസാനം മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ, പ്രത്യേകിച്ച് തൈപ്പൂയങ്ങളും അതുപോലെ കുടുംബക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളൊക്കെ ആരംഭിക്കും. കുംഭമാസം മുതലാണ് സാധാരണ ക്ഷേത്രോത്സവങ്ങൾ, അതായത് വലിയ അമ്പലങ്ങളിലും ചെറിയ കാവുകളിലുമൊക്കെ ആഘോഷമായി തുടങ്ങുന്നത്. അതിനു മുൻപ് തന്നെ ഡിസംബർ അവസാനം മുതൽ തന്നെ ഈ ചെറിയ ചെറിയ ആഘോഷങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഇത്തവണ ആന ഇടയുന്ന വാർത്തകൾ നമ്മളെ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് തെക്ക് മുതൽ വടക്ക് വരെ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടാകുന്നുമുണ്ട്. ഏറ്റവും അവസാനത്തേതാണ് ഇന്നലെ കൊയിലാണ്ടിയിലുണ്ടായത്. തൃശ്ശൂരും പാലക്കാടും മലപ്പുറത്തും ഒക്കെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ആന ഇടയാത്ത ദിവസങ്ങളില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇതിൻ്റെ 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളത്, ചൂട് വല്ലാതെ കൂടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം രാവിലെ അല്പം തണുപ്പും അതിനുശേഷം താപനില 36-37 ഡിഗ്രിയിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഈ ആനകളെ കൂടുതലായിട്ട് രംഗത്തിറക്കി അവരുടെ ഓരോ കമ്മിറ്റിയുടെയും പൊങ്ങച്ചം കാണിക്കുവാനും അല്ലെങ്കിൽ അവരുടെ അഭിമാന പ്രശ്നമായിട്ട് ഇതിനെയൊക്കെ എടുത്ത് കൂടുതൽ ആനകളെ ഇറക്കി ഒരു മത്സര ബുദ്ധിയോടെ ഇതിനെ കൊഴുപ്പിക്കുവാനും ഒക്കെയുള്ള വാശിയേറിയ നടപടികൾ ഓരോ കമ്മിറ്റിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഈ സ്ഥലപരിമിതിയും അതിൻ്റെ മറ്റ് വിഷയങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ആനയെ എഴുന്നള്ളിക്കുന്നതിന് ഹൈക്കോടതി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയാതെ അതിനെതിരെ സുപ്രീം കോടതിയുടെ അടുത്ത് പോയിട്ട് അതിന് സ്റ്റേ വാങ്ങിച്ച
ആഘോഷ കമ്മിറ്റിക്കാരുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ സുരക്ഷിതമായ അകലത്തിൽ സുരക്ഷിതമായ രീതിയിൽ പൂരം നടത്തുകയും ആഘോഷം നടത്തുകയും എന്നുള്ളത് ആചാരങ്ങളുടെയും അല്ലെങ്കിൽ അവർ കാലങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്നതിൻ്റെയും ഒരു ലംഘനമാകുമെന്ന് കണ്ട് അതിൻ്റെ സുരക്ഷയേക്കാൾ കൂടുതൽ ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചൂട് കൂടുന്ന സാഹചര്യം, പിന്നെ ഈ ആനകളുടെ അവരുടെ മതമിളങ്ങുന്ന കാലത്ത് പോലും അവയെ ചങ്ങലക്കിട്ട് അവയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ മതപ്പാട് തീരുന്നതിന് മുമ്പ് എഴുന്നള്ളിക്കുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. ഒരു പടക്കം പൊട്ടിയാൽ പോലും, ഒരു ചെറിയ പടക്കം പൊട്ടിയാൽ പോലും ആനകൾ പേടിക്കുന്ന തരത്തിലുള്ളതാണ് ആനകൾ. അവിടെയാണ് ഈ കമ്പക്കെട്ടിൻ്റെ അടുത്തൊക്കെ ആനകളെ കൊണ്ട് ചങ്ങലക്കിട്ട് നിർത്തുന്നത്. സ്വാഭാവികമായിട്ടും ഏതൊരു ഘട്ടത്തിൽ എപ്പോഴും എന്ത് സംഭവിക്കാവുന്ന അവസ്ഥയാണ്. മിനിഞ്ഞാന്ന് പെരിന്തൽമണ്ണയിൽ ഒരു ആന ഇടഞ്ഞൊരു കുളത്തിലേക്ക് വീഴുകയായിരുന്നു. ഭാഗ്യവശാൽ അവിടെ വലിയ അപകടം സംഭവിച്ചില്ല. അതൊരു സൗണ്ട് ബോക്സിലെ ശബ്ദം കേട്ടിട്ടാണ്. അതായത് സൗണ്ട് ബോക്സിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ടപ്പോൾ അത് പേടിച്ചു കൊടുക്കുകയായിരുന്നു. അത്തരത്തിൽ എപ്പോൾ വേണമെങ്കിലും ഈ ആനകളുടെ ഭാഗത്തുനിന്നും എങ്ങനെയുള്ള ഒരു പ്രകോപനമോ എങ്ങനെയുള്ള പ്രതികരണമോ ഉണ്ടാകും. കാരണം അതിൻ്റെ ജനിതകമായ ശൈലിയിൽ ഈ ഇത്തരത്തിലുള്ള പൂരങ്ങളോ ഉത്സവങ്ങളോ വെടിക്കെട്ടുകളൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. അത് കാട്ടിൽ ജീവിക്കുന്നൊരു ജീവിയാണ്. അതിനെ കുഴിയിൽ വീഴ്ത്തിയിട്ട് കുത്തിയും മുറിവേൽപ്പിച്ചും പൊള്ളിച്ചും ചട്ടം പഠിപ്പിച്ച് മെരുക്കിയെടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ മെരുക്കിയെടുത്ത് ഭയം കൊണ്ട് മനുഷ്യൻ്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കുന്ന ഒരു ജീവി എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് എത്താം, എപ്പോൾ വേണമെങ്കിലും അത് പ്രകോപനത്തിൽ ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഇതിന് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ അത് പലരും പല തരത്തിലായിരിക്കും ഇതിനോട് വിമർശനമായിട്ട് ഉന്നയിക്കുക. പക്ഷേ ആളുകളുടെ ജീവൻ എന്നുള്ളത് വലിയൊരു ഘടകം തന്നെയാണ്.